ഇപ്പോൾ ഈ സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു ഹൈ ക്രോസിൻ്റെ സൈഡിലാണ് നിൽക്കുന്നതെന്ന്. പക്ഷേ മുമ്പിലോട്ട് വരുമ്പോഴാണ് സസ്പെൻസ്. ഇത് സംഭവം ഹൈ ക്രോസ് തന്നെ, ടൊയോട്ട നിർമ്മിച്ച് നൽകിയ, മാരുതിക്ക് നൽകി, പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായിട്ട് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ മാരുതി ഇട്ട് വിളിച്ച പേരാണ് ഇൻവിക്റ്റോ. അപ്പോൾ ഏറ്റവും പുതിയ ഇൻവിക്റ്റോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. 2024 കുറച്ച് സ്റ്റോക്ക് നമ്മുടെ ഡീലർഷിപ്പിലുണ്ട് മൈജോ മോട്ടോഴ്സിൽ. ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ക്രോസ് ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ ക്രോസിൻ്റെ അത്രയും പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് താങ്ങാൻ വയ്യ, എന്നാൽ സെയിം എഞ്ചിനും സെയിം ഗിയർ ബോക്സും സെയിം ഫീച്ചേഴ്സും ഒക്കെ കൂടി ഇൻക്ലൂഡ് ആയിട്ട് ഒരു ഹൈ ക്രോസ് വാങ്ങിക്കുന്ന ലാഭത്തോടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയൊരു മോഡലാണ് മാരുതി ഇൻവിക്റ്റോ. അപ്പം ഒരു 3-4 ലക്ഷം രൂപ കുറവ്, ലക്ഷക്കണക്കിൻ്റെ കണക്കൊന്നും എനിക്കറിയത്തില്ല, ഹൈ ക്രോസിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ ഇപ്പോൾ ഏകദേശം 33-34 ലക്ഷം രൂപയുടെയൊക്കെ ഇടയിൽ നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ ആൽഫ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇൻവിക്റ്റോയുടെ ഒരു പ്രത്യേകത, ഇത് ഫുള്ളി ഹൈബ്രിഡായിട്ട് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഹൈ ക്രോസിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നോൺ ഹൈബ്രിഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു വെർഷൻ, ഏതാണ് ആ 21 കിലോമീറ്റർ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ആ ഒരു വേരിയൻറ്റുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ ക്രോസും ഇൻവിക്റ്റോയും തമ്മിലുള്ള എന്താണ് ഫീച്ചേഴ്സിലുള്ള കുറവോ കൂടുതലോ എന്തോ ആണോ, ഇതിൻ്റെ ലുക്ക് വൈസ് എന്താണ് മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹൈ ക്രോസ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു ഇന്നോവ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓടിച്ചില്ലുന്നത് ടൊയോട്ടയുടെ ഷോറൂമിലോട്ടാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മാരുതിയുടെ ഷോറൂമിലോട്ട് ചെന്നാലും ടൊയോട്ടയുടെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇവർ തമ്മിൽ കൊളാബറേറ്റ് ചെയ്താണ് വാഹനങ്ങൾ ഇറക്കുന്നത്. മാരുതി കുറേ വാഹനങ്ങൾ നിർമ്മിച്ച് ടൊയോട്ടയ്ക്ക് നൽകും. ടൊയോട്ടയുടെ എക്കാലത്തെ ഐക്കോണിക് മോഡൽ അല്ലെ, ടൊയോട്ട ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചത് ഇന്നോവ എന്ന പേരിലാണ്. ഇന്നോവ ക്രിസ്റ്റയായി, ഇന്നോവ ഹൈക്രോസ് ആയി. ഹൈക്രോസ് ആയ സമയത്ത് വേറൊരു പേരും കൂടി ഇന്നോവയ്ക്ക് ലഭിച്ച്, അതാണ് ഇൻവിക്റ്റോ. വേറെ ഒരു മാറ്റവും ഇല്ല, രണ്ടും ഒരു പ്ലാന്റിൽ നിർമ്മിച്ച് ഒരേ മാനുഫാക്ചേഴ്സ് തന്നെ ഒരേ ക്വാളിറ്റിയിൽ നിർമ്മിക്കുന്ന രണ്ട് വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ഇൻവിക്റ്റോ ചൂസ് ചെയ്യണമെങ്കിൽ ഇൻവിക്റ്റോ ചൂസ് ചെയ്യാം, ഹൈക്രോസ് യൂസ് ചെയ്യണം ഹൈക്രോസ് യൂസ് ചെയ്യാം. രണ്ടും ഒരേ വാഹനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 3-4 ലക്ഷം രൂപ കുറച്ച് വേണം, നിങ്ങൾക്ക് ഇൻവിക്റ്റോ മതി, നിങ്ങൾക്ക് ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നത് ഇൻവിക്റ്റോയിലായിട്ടാണ്. ഞാൻ നോക്കിയിട്ട് വെയിറ്റിംഗ് പീരീഡും ഒക്കെ വളരെ കുറവാണ്, റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്, നല്ല ഓഫറും അവൈലബിൾ ആണ്. അപ്പം ഒരു ബെസ്റ്റ് ഡീലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയതുകൊണ്ടാണ് ഇൻവിക്റ്റോ നമ്മളിപ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് പരിചയപ്പെടുത്തുന്നത്. ഈ കാണുന്ന പർട്ടിക്കുലർ മോഡലാണ് ആൽഫയാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ള 2 വേരിയൻസ് ആണ് വരുന്നത്, സീറ്റ ആൽഫ. രണ്ടും ഫുള്ളി ഹൈബ്രിഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഫ്രണ്ട് ഡിസൈൻ നോക്കാൻ നേരത്ത് ഹൈക്രോസ് ആയിട്ടുള്ള പ്രധാന ഡിഫറൻസ്, ഹെഡ് ലാമ്പ് യൂണിറ്റിൽ ഒരു 3 ഡോട്ട് DRL കമ്പനി നൽകിയിട്ടുണ്ട്. അത് വളരെയധികം ഭംഗിയുണ്ട്, ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും സമ്മാനിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഗ്രില്ല് യൂണിറ്റ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്, സുസുക്കിയുടെ ലോഗോ കാണാം, കുറച്ച് ക്രോം ഫിനിഷും പിയാനോ ബ്ലാക്ക് ഫിനിഷൊക്കെ ആയിട്ട് സെറ്റാക്കി തന്നെ നിർത്തിയിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറയും കാണാം. തൊട്ട് താഴെ എയർ ഡാം യൂണിറ്റിൻ്റെ അവിടെയും പിയാനോ ബ്ലാക്ക് ഫിനിഷും സ്കിപ്പ് ലൈറ്റും മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഹൈക്രോസിൽ വരുന്ന പോലെ തന്നെ ഇവിടെ ഒരു ടേൺ ഇൻഡിക്കേറ്റർ നൽകിയിട്ടുണ്ട്. ഹൈക്രോസിൽ ടേൺ ഇൻഡിക്കേറ്റർ ഈ ഒരു പോർഷനിലാണ് വരുന്നതെങ്കിൽ ഇത് ടേൺ ഇൻഡിക്കേറ്റർ മാത്രമേ ഫംഗ്ഷൻ ചെയ്യത്തുള്ളൂ. DRL സെപ്പറേറ്റ് 3 ഡോട്ടായിട്ട് കമ്പനി നൽകിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഈ വന്നിട്ട് ക്യാരക്ടർ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി ബോഡി ലൈൻ ആണെങ്കിലും ആ ഒരു മസ്കുലാർ ഫീൽ ആണെങ്കിലും ബോഡി മൊത്തത്തിൽ ആ സ്ട്രക്ചർ മൊത്തം നോക്കാൻ നേരത്ത് ഒരു ഹൈക്രോസ് തന്നെയാണ് ഇൻവിക്റ്റോ എന്നാണ് പറയേണ്ടത്. ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് അവിടെ എങ്ങനെ നമുക്ക് സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ അറിയാം ഒരു ഹൈക്രോസ് തന്നെയാണെന്നാണ് പറയേണ്ടത്. യാതൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനി ഇൻവിക്റ്റോ ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അലോയിലോട്ട് നോക്കണം, അപ്പോഴാണ് ഒരു ഡിഫറൻസ് ആകെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ബാക്കി ഗ്ലാസ് ഏരിയ നോക്കുകയാണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിലും ആ ബോഡി സ്ട്രക്ചർ ആണെങ്കിലും ഈ കാണുന്ന ക്യാരക്ടർ ലൈനാണെങ്കിലും ഒന്നും യാതൊരു ഡിഫറൻസും ഹൈക്രോസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തില്ല. രണ്ടും ഒരേ വാഹനങ്ങളാണ് ബേസിക്കലി. പിന്നെ ഇത്രയും പ്രൈസ് ഡിഫറൻസിൽ അല്ലെങ്കിൽ ഇത്രയും പ്രൈസ് ഡ്രോപ്പിൽ നമുക്ക് ഇൻവിക്റ്റോ സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഹൈക്രോസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവിക്റ്റോ കൂടി കൺസിഡർ ചെയ്യുക. കാരണം ഇങ്ങനൊരു വാഹനം ഉള്ള കാര്യം പലരും മറന്നു, സത്യം പറഞ്ഞു. ടൊയോട്ടയ്ക്ക് ഗ്ലാൻസ് ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം, അത് ബലെനോ തന്നെയാണെന്നറിയാം. അതുപോലെ തന്നെ ഫ്രോൺസിൻ്റെ ഐസർ ഒന്നാണെന്നുള്ള കാര്യം അറിയാം. അങ്ങനെ തന്നെയാണ് ഇൻവിക്റ്റോയും ഹൈക്രോസിൻ്റെ കേസിലോട്ടും നമ്മൾ വരുമ്പോഴും. ഇനി നമുക്ക് റിയർ ഡിസൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് റിയർ ഡിസൈനിൽ പോയിട്ട് നോക്കാം. റിയർ ഡിസൈൻ നോക്കുമ്പോഴും കാണാം ഇൻവിക്റ്റോ എന്ത് സൂപ്പറായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ടെയിൽ ലാമ്പിന് അകത്ത് വരുത്തിയ ചെറിയ ആ ലൈറ്റിങ്ങിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഒരു 3 ഡോട്ട് കൊണ്ടുവരും. നമ്മൾ നെക്സൈഡോ പല വാഹനങ്ങളും കാണാറുള്ളതാണ് ഈ 3 ഡോട്ടിൻ്റെ പരിപാടി. അത് ഭംഗിയായിട്ടുണ്ട്. സുസുക്കിയുടെ ലോഗോ വന്നിട്ടും ചേരുന്നുണ്ട് റിയർ ഡിസൈൻ കാണാനായിട്ട്. ഡീഫോഗർ ഉണ്ട്, ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്, ഷാർഫിൻ ആൻറ്റിന, റിയർ വൈപ്പർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇലക്ട്രിക്കലി ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്. എന്തുകൊണ്ട് ഓപ്പൺ ആകുന്നില്ല നോക്കട്ടെ. ഇലക്ട്രിക്കലി ടെയിൽ ഗേറ്റ് ഓപ്പൺ ആകുന്നോ എല്ലാ ഫംഗ്ഷനും ഉണ്ട് ഇതിനകത്ത്, ഇല്ലാത്തതായിട്ടൊന്നും ഇല്ല. എന്താ ഒരു അഡീഷണൽ ഹെഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ വാഹനം കാണുന്ന പോലെ തന്നെ എന്താ 3 റോയും ഉയർത്തി വെച്ചാൽ പോലും ഇത്രയും സ്പേസ് ഉണ്ട്. അതാണ് ഒരു കിഡിലെ നല്ല മൈലേജ് ലഭിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു പക്ക പ്രോപ്പർ 7 സീറ്റർ MPV ആണ് ഈ കാണുന്ന ഇൻവിക്റ്റോ. പിന്നെ നമുക്ക് ബൂട്ട് ക്ലോസ് ചെയ്തേക്കാം. കണ്ടാ റിമോട്ടിൽ തന്നെ എല്ലാ ഫങ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇൻവിക്റ്റോ എന്നുള്ള ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്റീരിയറിൽ പോയിട്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ്, എന്തൊക്കെയാണ് ഇൻവിക്റ്റോയുടെ ഇന്റീരിയർ എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ്
സുസുക്കി ഇൻവിക്ടോയുടെ ഇൻറ്റീരിയർ. അപ്പോൾ നിങ്ങൾ പറയും ഇത് തന്നെയല്ല ഹൈക്രോസിലും കണ്ടത്. അല്ല, ഹൈക്രോസിൽ ഡിഫറൻസ് ഉണ്ട്. ഹൈക്രോസിൽ ഒരു ടാൻ ബ്രൗണും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനാണ്. ഇത് ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്, വിത്ത് ഒരു കോപ്പർ ലൈനിങ് ചുറ്റും പോകുന്നതായിട്ടാണ്. ഇല്ലാത്ത ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. വെന്റിലേറ്റർ സീറ്റ്, അത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും. ഡ്രൈവർ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ വിത്ത് ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഈ കാണുന്ന സ്റ്റിയറിംഗ് വീലും ഒക്കെ നമ്മൾ ഹൈക്രോസിൽ കണ്ടതാണ്, പക്ഷേ സുസുക്കിയുടെ ലോഗോ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഫുള്ളി ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോൾ, 8-inch ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം. പക്ഷേ ഹൈക്രോസിൽ വരുന്ന JBLൻ്റെ സിസ്റ്റമാണ്. ഇത് ഒരു നോർമൽ സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമാണ്. ഇത്രയും വില കുറച്ചൊക്കെ തരണ്ടേ, കാരണം ഹൈക്രോസ് കമ്പയർ ചെയ്യുമ്പോൾ നല്ല പ്രൈസ് ഡിഫറൻസ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഓട്ടോ ക്ലൈമറ്റ് AC, ആ ഒരു CVT ഗിയർ ബോക്സിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ കാണാം. ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക്, വ്യൂ ബട്ടൺ ഞെക്കാൻ നേരത്ത് 360-degree ക്യാമറ, ഡ്രൈവ് മോഡ്, EV മോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കാണാം. ഇവിടെ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതും കൊള്ളാം. ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ളൊരു ലെതർ അപ്പോൾസറിയാണ് സീറ്റിൻ്റെ ഭാഗത്തൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസ്, നല്ല ഡീപ്പായിട്ടുള്ള ഗ്ലൗസ് ബോക്സും കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഡിമ്മിങ് മിറർ, പനോരോമിക് സൺറൂഫ്, ഇത്രയും കാര്യങ്ങൾ പോരെ. പിന്നെ നമുക്ക് ഇതിൻ്റെ മെയിൻ സാധനമായിട്ടുള്ള സെക്കൻഡ് റോയിലിരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതെ, മാരുതിയിൽ നിന്ന് കെട്ടുപൊടിച്ചെടുക്കുന്ന പുത്തൻ ഹൈക്രോസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പുത്തൻ ഹൈക്രോസ് സ്വന്തമാക്കണത് നേരെ മയ്യിലോട്ട് ചെയ്യുന്നത്. ഞാൻ പറയുകയാണെങ്കിൽ സെയിം സാധനം തന്നെ 2 വിലക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെ നോക്കുക, വില കുറവ് എവിടെയാണോ അവിടെ നിന്ന് മേടിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലുള്ളവർക്കാണെങ്കിൽ എന്തുകൊണ്ടും പറ്റുന്ന വാഹനമാണ് ഈ കാണുന്നത്. പക്ഷെ ഒരു ചെറിയ കുറവ് ഹൈക്രോസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെക്കൻഡ് റോയിൽ മറ്റേ ചെയർമാൻ സീറ്റ് ഒന്നുമില്ല. നമ്മളിവിടെ ഇലക്ട്രോണിക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കാലേക്കൂടി പൊങ്ങി വന്ന് നമ്മളിവിടെ കമന്നടിച്ചെടുത്ത് സെറ്റപ്പൊക്കെ ഇല്ല. TZX വരുന്നത് ആ ഫീച്ചറൊന്നും ഇതിനകത്തില്ല ആൽഫയായിട്ട് കൂടി. അതും കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കും. സൺ ബ്ലൈൻഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ വിൻഡോ കൺട്രോൾസ്, AC വെൻസ്, ആപ്പ് ലാമ്പ്, പിന്നെ ഈ പാനോരമിക് സൺറൂഫിൻ്റെ ഗുണം ഇങ്ങനെ ഇവിടം വരെ കിട്ടുന്നു. പിന്നെ മിഡിൽ റോ കംഫർട്ട് പറയേണ്ട കാര്യമില്ല. നേരത്തെ ലാഡ്രോൺ ഫ്രെയിം ആയപ്പോൾ തന്നെ ഇന്നോവ യാത്രാസുഖത്തിന് പേര് കേട്ടൊരു മോഡലാണ്. ഈ മോണോ ഷോക്ക് ആയപ്പോൾ വീണ്ടും യാത്രാസുഖം വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇതേ സസ്പെൻഷനും ഇതേ പ്ലാറ്റ്ഫോമും വരുന്ന വാഹനത്തിൽ ഞങ്ങൾ വാഗമൺ വരെ യാത്ര ചെയ്താണ്. യാത്രാസുഖം കൊണ്ട് നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞൊരു മോഡലാണ്, സ്പേസ് കൊണ്ട്. പിന്നെ അതേ കപ്പ് ഹോൾഡർ കാണാം, അത് വേണ്ടെങ്കിൽ മടക്കി വെക്കുകയും ചെയ്യാം. സീറ്റാ വേർഷനിൽ നമുക്കൊരു ബെഞ്ച് സീറ്റ് കൂടി അവൈലബിൾ ആണ്, 8 സീറ്റായിട്ട് ലഭിക്കും. ആൽഫ ടോപ്പൻ വേരിയന്റ് ഇതുപോലെ ക്യാപ്റ്റൻ സീറ്റായിട്ട് 7 സീറ്ററായിട്ട് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനി തേർഡ് റോയിൽ പോയിട്ട് അവിടെ എങ്ങനെ നോക്കാം. തേർഡ് റോ സീറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതും 3 പേർക്ക് കംഫർട്ടബിൾ ആയിട്ടില്ല, ജസ്റ്റ് ഇരിക്കാൻ പറ്റിയ 3 സീറ്റ്. 2 പേർക്കാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. സ്ലാൻഡ് ആനുള്ള ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ കണ്ട ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട തൈ സപ്പോർട്ടൊക്കെ വർദ്ധിച്ച് സ്ലാൻഡ് ഇരിക്കാം. ലെഗ് സ്പേസിന് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ലെഗ് സ്പേസും ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ് റൂമും ഉണ്ട്. 3 പോയിന്റഡ് സീറ്റ് ബെൽറ്റും കമ്പനി നൽകിയിട്ടുണ്ട്, അതും കൊള്ളാം. ഇനിയിപ്പം എക്സ്ട്രാ മൂന്നാമതൊരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഹെഡ് റെസ്റ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പോർട്ട് ചെയ്യാനുള്ളൊരു സ്റ്റും കൊടുത്തിട്ടുണ്ട്. ആ ഹെഡ് റെസ്റ്റ് കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്, അതും കൊള്ളാം. കപ്പ് ഹോൾഡർ ഉണ്ട്, ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്, AC വെന്റും തേർഡ് റോയിലിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ട് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം. ഡ്രൈവിൻ്റെ ഷോട്ട് നമ്മുടെ ഇന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കിലൂടെ കിടക്കണമെങ്കിൽ സെയിം ഒരു 2 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് വരുന്നത്. ഒരു ഇലക്ട്രിക് മോട്ടറിൻ്റെ പുഷും കൂടി കിട്ടും. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് ഏകദേശം 184 PS പവറും 188 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിൻ സെറ്റപ്പാണ് കമ്പനി നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ECVT ടെക്നോളജിയാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഈ ചെറിയ കോസ്മെറ്റിക് ചേഞ്ചും ഫീച്ചേഴ്സിലുള്ള 1-2 കുറവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊരു ഹൈക്രോസ് തന്നെയാണെന്നാണ് പറയുന്നത്. ടൊയോട്ട നിർമ്മിച്ച് നൽകിയ അവർ ഹൈബ്രിഡ് സിസ്റ്റം വിത്ത് അവർ ഒരു 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കരുത്ത് പകരുന്നത്. വളരെ സ്മൂത്താണ്, വളരെ ലൈറ്റായിട്ടുള്ള കൺട്രോൾസാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് സിസ്റ്റമാണ് വരുന്നത്, ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു MPV ആണ്. കാരണം ഈ ഒരു സൈസൊന്നും നിങ്ങൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ അത്ര ഈസിനെസ്സോടെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു MPV തന്നെയാണ് ഏറ്റവും പുതിയ ഹൈക്രോസ് ആയാലും ഇൻവിക്ടോയുടെ കേസിലോട്ട് വരുമ്പോഴാണ്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, കാരണം നിങ്ങൾക്ക് ലാഭകരമായിട്ടുള്ളൊരു ഡീല് പരിചയപ്പെടുത്തി നിങ്ങളുടെ അതിലോട്ട് എത്തിക്കാൻ പറ്റി. നല്ലൊരു വാഹനം കണ്ട് നല്ലൊരു ലൊക്കേഷനിൽ നിന്ന് ഇതുപോലൊരു വീഡിയോ എടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷം. എത്ര നാളൊക്കെ ഇനി ഇങ്ങനെ നടക്കുമെന്ന് അറിയത്തില്ല, എന്തായാലും നടക്കുന്നത്ര നാൾ നടക്കട്ടെ അല്ലേ. അപ്പം ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, രണ്ടും ഒരേ വാഹനങ്ങളാണ്. എവിടെ വില കുറവ് കണ്ടുവന്നോ അങ്ങോട്ട് പോകുന്നതാണ് നമ്മൾ മലയാളികൾ. അപ്പം നിങ്ങൾക്കിനി വില കുറവ് കണ്ടു പോകണമെങ്കിൽ നേരെ മൈജോ മോട്ടോഴ്സിലോട്ട് വിട്ടോ. 2024 വേരിയൻറ്റ് ധാരാളം സ്റ്റോക്ക് കിടപ്പുണ്ട്. അപ്പോൾ ഇനി ഞാൻ നടന്ന് ഔട്ട്രോ വലിച്ച് നീട്ടുന്നില്ല, കാരണം നമ്മുടെ ക്യാമറമാൻ ഏതാനും നിമിഷങ്ങൾക്ക് ഞാൻ വെള്ളത്തിലോട്ട് പോകും. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ജങ്കാർ പോണത്.